ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോണത് സദ്യയിൽ കിട്ടുന്ന പൈനാപ്പിൾ പച്ചടി. ഓക്കെ, പൈനാപ്പിൾ പച്ചടിക്ക് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ എടുക്കുക. ഞാൻ എപ്പോഴും പൈനാപ്പിൾ കട്ടർ യൂസ് ചെയ്തിട്ടാണ് പൈനാപ്പിൾ ചെയ്യാറുള്ളത്, സോ ദാറ്റ് ഈ നടുവത്തേതൊക്കെ കറക്റ്റായിട്ട് മുറിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു എന്താണ് പറയുക 4-5 സ്പൂണ് പഞ്ചസാര കുറച്ച് വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളത്തിൽ തിളപ്പിച്ച് ആ തിളയ്ക്കുന്ന സമയത്ത് ഈ പൈനാപ്പിളിനെ അതിൽ കൊണ്ടിടുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തന്നെ, അധികം വെന്തിട്ടൊന്നുമില്ല. എന്നാ നന്നായിട്ട് ആ പുളിപ്പ് മാറിക്കിട്ടും. മാത്രമല്ല, അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നോക്കൂ, ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ അരയ്ക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവട്ടെ. കുഴപ്പമില്ലാത്ത പൈനാപ്പിൾ ആയിരുന്നു. ഇനിയിപ്പോൾ ആവുമ്പോൾ എന്താവും എന്നറിയില്ല. സാരമില്ല, നമുക്ക് ശർക്കര ഇട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തേങ്ങ അരക്കണം പറഞ്ഞില്ലേ ഞാൻ, അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ ഫ്രീസറിലായതുകൊണ്ട് ലേശം ചുടുവെള്ളത്തിലിട്ടിരിക്കുകയാണ്. 1 സ്പൂണ് ജീരകം, 1 പച്ചമുളക്, ഒരു 2 മണി കടുക് മതി. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കുക. അരച്ചിട്ട് ഇനി അതിലേക്ക് ഒഴിക്കാട്ടുള്ളൂ. ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പല്ല 1/2 കപ്പ് ഒരു 15 മുന്തിരിങ്ങ, ചുവപ്പ് മുന്തിരിങ്ങ. ഇത് വേവൊന്നും വേണ്ട, 2ആക്കി ഇടുക. പിന്നെ പിള്ളേരില്ല, എടുത്തു തരാം. പിന്നെ ഇതാ അരച്ച പേസ്റ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം അരപ്പ് ഒഴിച്ചിട്ടുണ്ട്, ലേശം ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടുള്ളൂ. അപ്പോൾ പൈനാപ്പിളിന് മധുരമുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട സമയം. പോരാ. അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. That's it. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര. സദ്യക്ക് ഇത് വിളമ്പണതേ അവർ കുറേയൊന്നും തരില്ല, കുറച്ചേ തരുന്നു. എനിക്ക് ഇത് കഴിക്കുക എന്നാ പണി. എന്നിട്ടല്ലേ ആദ്യം ഇത് കഴിക്കും കേട്ടോ. അവിയലോ ഓലനൊന്നും അങ്ങനെയില്ല. അവിയലും ഇതും കഴിക്കും. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് വാങ്ങിക്കണ്ടേ, 1 പ്രാവശ്യം ചോദിച്ചു വാങ്ങിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ നാണക്കേടല്ലേ, ഇത് എത്ര പ്രാവശ്യം ചോദിക്കുക. എന്നിട്ട് അടുത്ത അമ്മയുടെ അടുത്ത് പതുക്കെ, അമ്മേ പൈനാപ്പിൾ പച്ചടി വേണമെന്ന് പറയമ്മേ, എന്നാലേ അവർ കൊണ്ട് തരുള്ളൂ എന്ന്. എന്നിട്ട് അമ്മ ഇവിടെ പൈനാപ്പിൾ പച്ചടി ഒന്ന് കൊടുക്കുമോ. അവരെ 1 പ്രാവശ്യം പോയപ്പോഴാണ് ഒരാള് നല്ലോണം കഴിച്ചോളൂ അമ്മ എന്നും പറഞ്ഞിട്ട് വിളമ്പിയിട്ട് പോയത്. ഇത് നാണക്കേടാലേ. പക്ഷെ എനിക്ക് വരുമതൊന്നും എനിക്കിഷ്ടം. നമുക്കങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇനി കൂടുതൽ തിളക്കരുത്, നമുക്ക് നേരെ 1/2 കപ്പ് തൈര് ഒഴിച്ച് ഇറക്കുക കേട്ടോ. ഇപ്പം ഇതാ 1/2 കപ്പ് തൈര് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്തിടണം. എന്താണ് കിടക്കു. That's all. Finish. But
ടേസ്റ്റ് നോക്കണമല്ലോ. വെരി വെൽ ഡൺ, സൂപ്പർ. അപ്പോൾ ഇനി വറുത്തിടാം. പച്ചടിക്ക് വറുത്തിടാം. കടുകും വറമുളകും, 1 സ്പൂണ് വെളിച്ചെണ്ണ, കറിവേപ്പിലിട്ടു. That's all. That's it. Finish. കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ സെർവിങ് ചെയ്യാനുള്ള പാത്രത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ ഇതാണ് സദ്യക്കൊക്കെ വിളമ്പുന്ന പൈനാപ്പിൾ പച്ചടി. ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇതുപോലുള്ള റെസിപ്പീസുമായി വീണ്ടും വിനീസ് കിച്ചണിൽ കാണാം. വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാണാം.